വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും എന്റെയും ലൈബ വെഡിംഗ് സെന്ററിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വഖഫ് മുനമ്പം വിഷയങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ബി.ജെ.പി. 6 മാസം മുമ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ ബൂത്തുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ആ ടെമ്പോ നിലനിർത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്നും ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും NDAയെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു എഫക്റ്റ് അല്ലെന്നും രശ്മിൽനാഥ് വ്യക്തമാക്കി. വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി ബൂത്ത് തലങ്ങളിലടക്കം പ്രവർത്തകർ സജ്ജമാണ്. അതേസമയം ആരാകും സ്ഥാനാർത്ഥിയാവുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് PR രശ്മിൽനാഥ് പറയുന്നത്. അതിനെക്കുറിച്ച് സംസ്ഥാന നേതൃത്വം പറയുന്ന സാഹചര്യത്തിൽ തങ്ങൾ അഭിപ്രായം പറയുമെന്ന് രശ്മിൽനാഥ് പറഞ്ഞു. PC ജോർജ് അടക്കമുള്ളവരുടെ പേരുകൾ പത്രമാധ്യമങ്ങളിലാണ് വന്നതെന്നും അതൊന്നും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതല്ല. അതേസമയം വഖഫ് മുനമ്പം വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഒരു 6 മാസം മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള വയനാട് ലോക്സഭാ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുഴുവൻ ബൂത്തുകളിലും വളരെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ടെമ്പോ ഇപ്പൊ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. അതേക്കുറിച്ച് സംസ്ഥാന നേതൃത്വം ഞങ്ങളോട് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും വഖഫുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിക്കുന്നത്. കാരണം ഒരു സുപ്രഭാതത്തിലാണ് മുനമ്പത്തും അതുപോലെ ഇന്ത്യയിലെ മറ്റു പല ഭാഗത്തും കേരളത്തിന്റെ പല ഭാഗത്തും വഖഫിന്റെ ആളുകൾ വന്ന് ഇത് വഖഫ് ഭൂമിയാണ്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ കാലങ്ങളായിട്ട് അവിടെ ജനിച്ച് ജീവിക്കുന്ന, സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം മണ്ണിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വഖഫ് ഭൂമിയാണ്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വരുമ്പോഴേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. ഏതൊരു നിയമവും ഇന്ത്യയിലെ ജനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും നിയമം ഒന്നാവണം എന്ന രീതിയിൽ സിവിൽ നിയമങ്ങളടക്കം ഈ വഖഫിന്റെ നിയമങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന തരത്തിലേക്ക്, കോടതികളിലേക്ക് എത്തിക്കാവുന്ന തരത്തിലേക്കുള്ളൊരു നിയമനിർമ്മാണം ഈ രാജ്യത്തെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി. അത് വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വളരെയധികം അനുകൂലമായ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PV അൻവർ ഫാക്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകമായിരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു രശ്മിൽനാഥിന്റെ മറുപടി. നിലമ്പൂരിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. കാരണം 2 തവണ MLA ആയിരുന്നിട്ട് അദ്ദേഹം ആ നാട്ടിൽ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത ആ ഗവൺമെന്റ് എന്താണ് ചെയ്തത്, അതിനെതിരെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് UDF എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ജനങ്ങൾ ബോധ്യവാന്മാരാണ്. ആ ബോധ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് PR രശ്മിൽനാഥ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.